സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള കളി തോറ്റതോടുകൂടി ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത കൂടുതൽ മങ്ങലേറ്റിരിക്കുകയാണ് കേട്ടോ. മികച്ച ടീമും ഉണ്ടായിട്ടും ഒരു തരത്തിലും നല്ലൊരു കൂട്ടായ പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെയും ചെന്നൈക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചെന്നൈനെ അലട്ടുന്നൊരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ യുവ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള ആയുഷ് മാത്രയ്ക്ക് പരിക്കേറ്റ് ടീമിൽ നിന്നും വിട്ടുപോയതോടു കൂടിയിട്ട് തന്നെ അത് ചെന്നൈ ടീമിനെ വളരെയധികം ബുദ്ധിമുട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഈ വരുന്ന 23-ാം തീയതി മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടെയാണ് ചെന്നൈക്ക് അടുത്ത മത്സരം വരുന്നത്. അടുത്ത മത്സരത്തിൽ വിജയിച്ച് വിജയപാതയിലേക്ക് പോകാനാണ് ചെന്നൈയുടെ പ്ലാനെങ്കിൽ അവിടെ മുംബൈ ഇന്ത്യൻസ് ഒരുപാട് കളി തോറ്റതിന് ശേഷം കഴിഞ്ഞ് കളി വിജയിച്ച് മുന്നിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും അടുത്ത മത്സരം എന്തായാലും കഠിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുപാട് ചേഞ്ചോട് കൂടിയിട്ടാണ് കേട്ടോ ടീം ഇറക്കാനായിട്ട് പോകുന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ വലിയൊരു മാറ്റമുണ്ടാവും എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. സഞ്ജു സാംസന്റെ കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഉർവിൽ പട്ടേലായിരിക്കും കേട്ടോ. പരിക്ക് കാരണം പുറത്തായ യുവതാരം ആയുഷ് മാത്രയ്ക്ക് പകരമായിരിക്കും ഉർവിൽ പട്ടേൽ പ്ലേയിങ് 11-ൽ വരാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് വരുന്ന മുറയ്ക്ക് എന്തായാലും അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ഥാനത്തിലേക്ക് പരിഗണിക്കുമെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസന്റെ കൂടെ ഏറ്റവും നല്ലൊരു പാർട്ട്ണറായിട്ട് പോകാനായിരിക്കും അദ്ദേഹത്തിൻ്റെയും പ്ലാൻ കേട്ടോ. അതോടുകൂടിയിട്ട് വൺ ഡൗൺ സ്ഥാനത്തിലേക്ക് മാറിപ്പോകാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള രുദ്രാജ് ഗൈക്വാഡാണ്. ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നിലും തന്നെ ഒരു വിധത്തിലും ഗൈക്വാഡിന് ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടീം സ്ഥാനത്തിലും അതേപോലെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തിലും വരെ സംശയങ്ങൾ ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി നോക്കുകയാണെന്ന് പറഞ്ഞാൽ 4-ാം സ്ഥാനത്തിലേക്കായിട്ട് ഡ്വാൾഡ് ബ്രെവിസും 5-ാം സ്ഥാനത്തിലേക്കായിട്ട് ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ശിവൻ ദുബൈയും വരികയും ചെയ്യേണ്ട. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡർ കുറച്ചുകൂടി സ്ട്രോങ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ 6-ാമത്തെ സ്ഥാനത്തിലേക്ക് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫാസ് ഖാനും 7-ാമത്തെ സ്ഥാനത്തിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ഓവർടൺ കൂടിയിട്ട് വരുന്നുണ്ട. പിന്നെ അങ്ങോട്ട് ബോളിംഗ് സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. അവിടെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോജ്, അതേപോലെ തന്നെ നൂർ അഹമ്മദ്, മുകേഷ് ചൗധരി, പിന്നെ ഗുർജബീത് സിംഗ് ഇവരൊക്കെ ആയിരിക്കും ബോളിംഗ് സെക്ഷനിലേക്ക് എന്തായാലും ചുക്കാൻ പിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ.